തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം ഇതുപോലൊരു മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമുക്കിന്നൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഈ കാണുന്നത് ടോട്ടലായിട്ട് 10.25 സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം നല്ല വലിയൊരു വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. എങ്ങനെയാ വെച്ചാൽ മേളിലും താഴെയായിട്ട് 2 നിലകൾ 2 സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി 2 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി, അതായത് കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ആമച്ചൽ റോഡിലേക്ക് വരുമ്പോൾ മംഗലയ്ക്കൽ ജംഗ്ഷൻ, ഈ കാണുന്നതാണ് ജംഗ്ഷൻ. മംഗലയ്ക്കൽ പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ടോട്ടലായിട്ട് 10.25 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം കിട്ടും. ഇതേ കണക്ക് വീതിയുള്ള റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും വേണമെങ്കിൽ ഒരു വണ്ടിയൊക്കെ നമുക്ക് താഴെ ഇറക്കി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയാം. നിങ്ങൾക്ക് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്ക് ഈ വീടിന് ചുറ്റുവട്ടം ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഇവിടെയായിട്ട് കിണറുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് കിട്ടും. അത് പോയിട്ട് ഇങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കാൻ സാധിക്കും. ഈ സൈഡിലും എല്ലാം തന്നെ നല്ലതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാക്ക് യാർഡും പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ്. പിൻവശത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിലും നല്ല വീതിയുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് ബാക്ക് വശത്തും കിട്ടുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അപ്പം നിലവിൽ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ നല്ല നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് താമസക്കാരുണ്ട് കേട്ടോ. താഴെയും മേളിലും നമുക്ക് വാടകക്കാരുണ്ട്. അപ്പോൾ അവരുടെയായിട്ടുള്ള സാധനങ്ങളും ഫർണിച്ചറും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇത്തിരി ഒരു അലമ്പായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചു തരാം. നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂംസ് വരുന്നുണ്ട്. 3ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു സിറ്റ് ഔട്ട്, ഇതൊരു കോമൺ സ്പേസ്, അതായത് ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്. 3 ബെഡ്റൂംസിലേക്ക് ഈ രീതിയിൽ എൻട്രൻസ് വരും. അത് 1, 2, 3 അങ്ങനെ 3 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ, വർക്ക് ഏരിയ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ. അവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് പോകാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ഇവിടെ ചെറിയായിട്ടൊരു പൂജാമുറി. ഈ രീതിയിലാണ് നമ്മുടെ താഴത്തെ നിലയിൽ ലേഔട്ട് വരുന്നത്. ഇതിൽ ഈ 3 ബെഡ്റൂമുകളിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതുപോലെ പുറത്തൂടെ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നില വന്നിട്ട് 2 വർഷത്തിനകത്തേ പഴക്കമുള്ളൂ കേട്ടോ. അതായത് പുത്തൻ കണ്ടീഷനിലും നമുക്ക് കുറേ കൂടെ മോഡേൺ രീതിയിൽ തന്നെയാണ് നമ്മുടെ മേളത്തെ നില ചെയ്തിട്ടുള്ളത്. ഇതുവഴി കയറി വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് നമ്മുടെ കിച്ചൺ കാണാൻ സാധിക്കും. നോക്കിയേ, ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് ഇതുപോലെ ഒരു മോഡലാ കിച്ചൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഇവിടെ വാഷ് ഏരിയ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് TV യൂണിറ്റൊക്കെ വരും. നമുക്ക് മേളത്തെ നിലയിൽ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ 2 ബെഡ്റൂംസ് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരു റൂമിന് വന്നിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അത് ബാത്റൂമിന്റെ ഫിറ്റിങ്സ് എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിലാണ് കേട്ടോ. അതായത് ഈ ഒരു നിലയ്ക്ക് വന്നിട്ട് ഇത്രയും നമുക്ക് പഴക്കം വരുന്നില്ല. ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു പെറ്റുണ്ട് കേട്ടോ. അവനെ ഇതിനകത്താക്കി പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് റോഡിലേക്ക് വിസിബിലിറ്റി വരുന്നത്. ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 1,35,00,000 രൂപയാണ്. അതായത് 10.25 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം നല്ലൊരു വീടാണ്. ഇതിൽ ഈ മേളത്തെ നില നോക്കിയാൽ നല്ല പുത്തൻ കണ്ടീഷനിൽ പുത്തൻ വീടായിട്ട് തന്നെയുണ്ട്. താഴത്തെ നില നമുക്ക് ഇത്തിരി പഴക്കമുള്ളതാണ്. ഏകദേശം 10 വർഷം പഴക്കമുള്ളതാണ്. നമുക്ക് ഈ ഒരു മെയിൻ ജംഗ്ഷൻ അരികത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പ്ലാവൂർ സ്കൂളെല്ലാം വരുന്നുണ്ട്. കാട്ടാക്കടയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നായാലും വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. ഇതുപോലെ മെയിൻ റോഡ് ഫ്രണ്ടേജിലെ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. 1,35,00,000 രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. ഇത് നമ്മുടെ റൂഫ് ടോപ്പാണ്. റൂഫ് ടോപ്പിലേക്ക് കയറി വന്നപ്പം
ഒരു കമ്പിളി ഇറങ്ങിയപ്പോണ്ട് ഇത് ഈ രീതിയിൽ നമുക്ക് മേളിൽ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ രണ്ടാമത്തെ നിലയും ഈ റൂഫും മാത്രം ചെയ്തപ്പോൾ ഇവർക്ക് ഏകദേശം 35 ലക്ഷം രൂപയോളം കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് താഴത്തെ നില പോയിട്ട് ഇത്രയും വർക്ക് ചെയ്തപ്പോൾ നമുക്കിവിടുത്തെ സ്ഥലവില തന്നെ സെൻറ്റിന് 10 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. 10.25 സെൻറ്റ് സ്ഥലമായപ്പം തന്നെ ഏകദേശം 1 കോടി രൂപയ്ക്ക് മേളിലേക്ക് പോയി. ഈ ഒരു നിലയുടെയും കൂടെ കോസ്റ്റും കൂടെ വരുമ്പോൾ 1.35 എന്ന് പറയുമ്പോൾ വളരെ ന്യായമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി.